നോക്കൂ 2023 ചോദ്യ പേപ്പറിൽ ഫസ്റ്റ് ഭാഗം ഫുള്ള് തജ്വീദിന്റെ ചോദ്യങ്ങളാണ് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചോദ്യത്തിന്റെ രൂപം ഒന്ന് മാറിയിട്ടുണ്ട്. 2023 അവിടുന്ന് അങ്ങോട്ട് ബാക്കോട്ട് 22, 21 ഒക്കെ ഇതേപോലെയാണ്. ഫസ്റ്റ് പാർട്ട് ഫുള്ള് തജ്വീദ് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഫുള്ള് ലിസാന്, എന്നിട്ട് അടുത്ത ഭാഗം മൊത്തം അടുത്ത വിഷയം, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ 2025 ഇനിയിപ്പോൾ 26 എങ്ങനെ ആയിരിക്കും, മിക്സ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നോക്കുക, നൂസിൽ ബിൽ മിനാസിബി മാനുസിബ് നോക്കാം. ഫീ ബൈത്തി അർബഉ റഅയ്തു സമാനിയത്ത കാനത്തിൽ ഉമ്മു ഇന്ന അബി എൽബസു നൗഫൽ ബിദലത്തൻ. വളരെ എളുപ്പമുള്ള ആദ്യം നമുക്ക് ചെയ്യാം. എൽബസു നൗഫൽ ധരിക്കുന്നു ബിദലത്തൻ റസ്മിയ, അല്ലേ? അതാണ് ശരി, ബിദലത്തൻ റസ്മിയ യൂണിഫോം. അടുത്തത് ഇന്ന അബി എൻ്റെ ഉപ്പ യഖ്റഉ. ഇത് രണ്ട് ചോദ്യം വരാറുണ്ട് കേട്ടോ, ആവർത്തിച്ച് വരുന്ന ചോദ്യം. കാനത്തിൽ ഉമ്മു ഇന്ന അബി, ഇത് രണ്ടും വരുന്നത്. കാനത്തിൽ ഉമ്മു തഖുനുത്തു, നേരത്തെ നമ്മൾ കണ്ടതാണ്. അടുത്ത് റഅയ്തു സമാനിയത്ത ഡാഷ് ഫീ ബൈത്തി അർബഉ ഡാഷ്. എന്താണ് പിന്നെ ഇവിടെ ഇതെങ്ങനെ നോക്കുക? റഅയ്തു സമാനിയത്ത പിന്നെ ഇവിടെ ഫീ ബൈത്തി അർബഉ, ഇവിടെ തായില്ല. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് താവുള്ള എടുക്കുക. അപ്പോൾ ഇനി രണ്ടെണ്ണം ഇവിടെ ബാക്കിയല്ലേ, ത്വാലിബാത്തും തുയൂറും. അപ്പോൾ ഫീ ബൈത്തി അർബഉ ത്വാലിബാത്തിൻ. അടുത്ത് റഅയ്തു സമാനിയത്ത തുയൂരിൻ. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ കളി. ഇനി നമ്മൾ പിന്നെ ശരിയായത് വേർതിരിക്കാനാ. യഖീല ഉമറു മിനൻ നൗമി, ഉമർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. നായിമൻ മുബക്കിറൻ മുസല്ലിയൻ. നായിമൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ട് പിന്നെ ഉറക്കം ഉണരുക, അങ്ങനെ പറ്റൂലല്ലോ. മുസല്ലി പറഞ്ഞാൽ നിസ്കരിച്ചിട്ട് എണീക്കുമ്പോൾ തന്നെ നിസ്കരിക്കും, അല്ലല്ലോ. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ, അപ്പോൾ നേരത്തെ എന്നാണ് ശരി, മുബക്കിറൻ. അത്തഅല്ലമു മാദിയാണോ മുലാരിയാണോ ജാമിദാണോ എഴുതാനാണ്. അത്തഅല്ലമു നിങ്ങൾ പറയും മാദിയാണോ മുലാരി. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് അല്ലേ, ഏതാണ്? മുലാരിയാണ് അല്ലേ, അവസാനം ലമ്മുണ്ടല്ലോ. അടുത്ത് തവസ്സക്ക സൈനബു ആയിഷത്തുൻ ഹാമിദുൻ. തവസ്സക്ക എന്ന് പറയുന്നത് ഇവിടത്തിലേക്ക് സൈനബിനെ ചേർക്കണോ, ആയിഷനെ ചേർക്കണോ, ഹാമിദിനെ ചേർക്കണോ? എങ്ങനെ മനസ്സിലാക്കുക? ഇത് പെണ്ണിൻ്റെതാണോ ആണിൻ്റെതാണോ നോക്കണം. അതെങ്ങനെ മനസ്സിലാവുക? ഇത് പെണ്ണിൻ്റെതാണെങ്കിൽ തവസ്സക്കു എന്നുണ്ടാവും, രണ്ട് താവ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ പെണ്ണിൻ്റെ അല്ല ആണിൻ്റെ ആണ്. അപ്പോൾ പിന്നെ തവസ്സക്ക സൈനബുൻ അല്ലെങ്കിൽ തവസ്സക്ക ഹാമിദുൻ, രണ്ടും പറ്റും. തവസ്സക്കാറ മിസ്വാക്ക് ചെയ്തു, അപ്പോൾ സൈനബ് മിസ്വാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹാമിദ് മിസ്വാക്ക് ചെയ്തു, രണ്ടായാലും കുഴപ്പമില്ല. അല്ല സൈനബ് പറ്റൂല കേട്ടോ, സോറി സൈനബ് പെണ്ണിൻ്റെ പേരല്ലേ, ഹാമിദാണ് ശരി. അടുത്ത് സൈദുൻ വ അനീസുൻ എൽ അബാനി തെൽ അബാനി തെൽ അബു. ഏതാ ശരി? രണ്ടാളുണ്ടല്ലോ, അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ അലിഫുള്ള എടുക്കുക. അലിഫുള്ള എത്ര ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. എൽ അബാനി തെൽ അബാനി. ഇനി അതിൽ തന്നെ ആണുങ്ങളതാണ് അല്ലേ, സെയ്ദ് അനീസ് ആണല്ലേ, അപ്പോൾ എൽ അബാനി എടുക്കുക. തെൽ അബാനി താല്ലേ, പെണ്ണാണ്, പറ്റൂല. അടുത്ത് ഷഗൽന, മാലിയാണോ മുലാരിയാണോ നാക്കിസാണോ? വേം പറ, എല്ലാവരും പറ. മാലിയല്ലേ? ഷഗൽന, കണ്ട, അപ്പം മാലിയാണ്. അടുത്ത് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. എങ്ങനെയാണ് അറബി പറയാൻ? ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. അപ്പോൾ പല്ലുകൾക്ക് എന്താ പറയുക? അസ്നാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലേ, അസ്നാൻ എഴുതിയ മാർക്ക് കിട്ടും. പിന്നെ അപ്പോൾ നല്ലഫ്തു അൽ അസ്നാന, നല്ലഫ്തുൽ അസ്നാന, ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. അവർ ഇരുവരും 6 സൗറിൽ 3 ദിവസം താമസിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മദീനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണത്. അത് ആവർത്തിച്ച് വരുന്ന, ആ സ്ഥലത്ത് നിന്ന് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി നോക്കണം, വിട്ടുപോകരുത്. ഓ മക്കസാ ഹുനാക്ക സലാസത്ത് അയ്യാമിൻ. കണ്ടോ? ഓ മക്കസാ ഹുനാക്ക സലാസ അയ്യാം, അതായത് 6 സൗറിൽ 3 ദിവസം താമസിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഇതുപോലെ എഴുതിയാൽ മാർക്ക് ശരിയാവില്ല, മാർക്ക് കിട്ടൂല. കാരണം എന്താ? ഇവിടെ ഹുനാക്ക എന്നുള്ളത് ഒഴിവാക്കണം. മക്കസ ഹുനാക്ക എന്നുള്ളിടത്ത് ചോദ്യത്തിലുള്ള 6 സൗർ ആക്കണം. അപ്പോൾ മക്കസ അല്ലെങ്കിൽ അവർ എന്നല്ലേ, അപ്പോൾ മക്കസ ഫി 6 സൗർ സലാസത്ത് അയ്യാമിൻ, അങ്ങനെ വരിക. മനസ്സിലായോ? അടുത്തത് ആയിഷ അവളുടെ ബാഗ് എടുത്തോ. ഇവിടെ നോക്കേണ്ടത് പിന്നെ ബാഗ് എടുക്കുക എന്നുള്ളതിന് ബാഗിനെ ഹക്കീബത്ത് എന്നാ പറയാം അല്ലേ. പിന്നെ അവൾ എടുത്തോ, അപ്പോൾ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹല്ല് വേണം അല്ലേ, ഹൽ. അപ്പോൾ ഹൽ ഹൽ അഖദത്തി
ആയിഷ. ആയിഷ എടുത്തോ. അവളുടെ ബാഗ്. ബാഗ് എന്നുള്ളത് എന്താ? ഹക്കീബത്ത്. അവളുടെ ഹക്കീബത്തഹ. ഹക്കീബത്തഹ അവളുടെ ബാഗ്. അടുത്ത് ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി. എങ്ങനെ പറയാ? ഖറഅതു ജുസ്അൻ മിനൽ ഖുർആനി അംസി. എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഫീ സൊഫീ അഷറത്തു തുല്ലാബിൻ. അടുത്ത നക്തുബുൽ മാന. മാന എഴുതാന ശരിക്കത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കുറച്ച് അർത്ഥം എഴുതാൻ വരുന്ന ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കാം. ഇതിൽ അർത്ഥം വരുന്ന വാക്കുകൾ, അർത്ഥം എഴുതാൻ വരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ കമ്പനി എന്നാണ്. കമ്പനി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. കമ്പനി കണ്ടില്ലേ? കമ്പനി ഇങ്ങനെ എഴുതണം. അടുത്തത് തെന്നൂറത്തുൻ. തെന്നൂറത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? പാവാട. കണ്ടോ? പാവാട. അടുത്തത് ഫുർഷത്തുൻ. ഫുർഷാത്തുൻ. എന്താണ് ഫുർഷാത്ത് എന്ന് പറഞ്ഞാൽ? ബ്രഷ്. കണ്ടില്ലേ? ബ്രഷ്. അടുത്ത ദുവ്വാമത്തുൻ. ദുവ്വാമത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പമ്പരം. പമ്പരം. ഒക്കെ ഇതിലുണ്ടാവും, നിങ്ങൾ കണ്ടെത്തുട്ടോ. അടുത്തത് ബാഹത്തുൻ. എന്താ ബാഹത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെ ബാഹത്തുൻ ഇതാ മുറ്റം, അങ്കണം. ഇതൊക്കെയാണ് ബാഹത്ത് എന്ന് പറഞ്ഞാൽ. ബാഹത്തുൻ. അപ്പം അത് നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2023 ചോദ്യ പേപ്പർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിൽ പേപ്പർ പോയി 2022 ചോദ്യ പേപ്പറിൽ കണ്ടോ? ആദ്യം ഫുള്ള് തജ്വീദിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെയാണ് ലിസാൻ്റെ ചോദ്യം വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നംലഉ ബിൽ മുനാസിബ്. യോജിച്ച് ചേർക്കാനാണ്. എന്താ? അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന. എന്താ ഉത്തരം? ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാറിപ്പോയി, സോറി. അതന്നെ, ശരി തന്നെ. അടുത്തത് ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു. എന്താ? ബിഅ്റ സംസം. അടുത്ത മുസ്തഖ്ബിൽ ജലസ. ജലസന്റെ മുലാരി എന്താണ്? മുസ്തഖ്ബിൽ ജലസ ജലസന്റെ മുലാരി യജ്ലിസു. അത്വാലിബാനി യക്തുബാനി. അത്വാലിബാനി യക്തുബാനി അദ്ദർസ. ഖറഅത്തുൽ ഖുർആന സ്വബാഹൻ. രാവിലെ. അടുത്ത നുമയ്യിസുൽ മാദി വൽ മുലാരി. മാദി മുലാരി വേർതിരിക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഖറജ ഏതാണ്? മാദിയാണ് അല്ലേ? ഞാൻ നേരത്തെ ട്രിക്ക് പറഞ്ഞു. യത്ലഉ മുലാരിയാണ്. മുലാരിൻ്റെ അവസാനം എപ്പോഴും ലമ്മായിരിക്കും. ഖറഅ മാദിയാണ്. യഅബുദു മുലാരിയാണ്. ജലസ മാദി. യഖൂലു മുലാരി. കതബ മാദി. തദ്ഹബു മുലാരി. അടുത്തത് നക്തുബുൽ മുസന്ന വൽ ജമഉൽ അഫ്ആലിൽ ആതിയത്തി. താഴെ തന്നിരിക്കുന്നതിൻ്റെ മുസന്നിൻ ജമഅ. ദറസ ദറസ ദർസു. നസറ നസറ നസറു. ഫതഹ ഫതഹ ഫതഹു. നാമ നാമ നാമു. അടുത്ത് വക്കാന ഇസ്മുൽ മദീനത്തി ഖബൽ ഹിജറത്തി യസ്രിബ്. അർത്ഥം ഇതാനാണ്. ഞാൻ പറഞ്ഞില്ലേ, മദീനയുടെ നാമം ഹിജറക്ക് മുമ്പ് മദീനയുടെ നാമം യസ്രിബ് എന്നതായിരുന്നു. അടുത്ത അഹ്ലുൽ മദീനത്തി കാനു യുറഹിബുന ബിൻ വസല്ലം ഹീന യഖ്ദുമുൽ മദീന. മദീനക്കാർ നബി തങ്ങളുടെ വരവിനെ സ്വാഗതം ചെയ്ത് സന്തോഷിച്ചിരുന്നു, സ്വാഗതം ചെയ്തിരുന്നു. അടുത്തത് നുജീബു ഹൽ ഖറഅത്തുൽ ഖുർആന സബാഹൻ. ഉത്തര ഇതാനാണ്. അർത്ഥം ഇതാനല്ല, ഉത്തര ഇതാൻ. അപ്പം എന്താ വേണ്ടേ? ഹൽ എന്ന് ചോദിച്ചാൽ നാം എന്നാ പറയാ. നാം അല്ലെങ്കിൽ ല. അപ്പം ഇന്നലെ ഖുർആൻ, ഇന്ന് രാവിലെ ഖുർആൻ ഓതിയെന്ന് ചോദിക്കാം. അപ്പം നാം ഖറഅത്തുൽ ഖുർആന സബാഹൻ. ഇവിടെ ഹല്ലിന് പകരം ന എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഖറഅത്ത എന്നുള്ളത് ഇവിടെ ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതിയിട്ട് ഇവിടെ തൂ കൊടുക്കുക. ഖറഅത്തുൽ ഖുർആന സബാഹൻ. അത്ര മതി. അടുത്ത് അസാബിയുൽ യദൈനി കം ഹിയ. പിന്നെ അസാബിയുൽ യദൈനി കം ഹിയ, അതായത് എന്താണ് കയ്യിൻ്റെ വിരലുകൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതൊക്കെ വളരെ സിമ്പിളാണ്. അസാബിയുൽ യദൈനി കം ഹിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചോദ്യം. എത്രയാണ്? അഷറ. വളരെ സിമ്പിൾ. ഇനി നമ്മൾ അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോവാണ്. 2021 ചോദ്യ പേപ്പറിലേക്ക് പോവാം. 2021 ഇതേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് ഫുള്ള് തജ്വീദാണ്. സെക്കൻഡ് പാർട്ട് അഥവാ പേജിൻ്റെ അപ്പുറത്താണ് നമ്മളെ ലിസാൻ്റെ ചോദ്യങ്ങളുണ്ട്. നുമയ്യിസുൽ മാദി വൽ മുലാരി മിനൽ അഫ്ആലിൽ ആതിയത്തി. താഴെ തന്നിരിക്കുന്നതിൽ മാദി മുലാരി വേർതിരിക്കാനാണ്. മാദി
മുലാരി. യജ്ലിസു വളരെ സിമ്പിള്. ദഹബ മാലി, പിന്നെ നജഹ മാലി, യക്തുബു മുലാരി, യൻസുറു മുലാരി, ഷരിബ മാലി. അടുത്ത് അക്കല അക്കല അക്കലു, റജ റജ റജഉ. അടുത്തത് അസുബഹ സൊല്ലൈന ജമാഅത്തൻ സ്വലാത്തൻ. അപ്പോൾ എന്താണ് ഇത്? ഓർഡർ ആക്കാനാണ്. അപ്പോൾ എങ്ങനെ ഇതാ? സൊല്ലൈന ഫസ്റ്റ്, സ്വലാത്ത 2, സുബഹി 3, ജമാഅത്ത് 4. അടുത്ത് മുഖദ്ദിമൻ ഫിൽ ഖലായി റിജ്ലഹു ദഖലൽ യുസ്ര ജാബിർ. അപ്പോൾ ഏതാ? ദഖല ജാബിറുൻ, ജാബിർ പ്രവേശിച്ചു. എവിടേക്ക്? ഫിൽ ഖലായി, ഖലായിലേക്ക്. എങ്ങനെ പ്രവേശിച്ചു? മുഖദ്ദിമൻ മുന്നിട്ടുകൊണ്ട്, റിജ്ലഹുൽ യുസ്ര ഇടത്തെ കാല് മുന്നിട്ടുകൊണ്ട്. അടുത്തത് അൽ അബു ഇലൽ മസ്ജിദി, കണ്ടോ? യദ്ഹബു. അടുത്ത അൽ ഉസ്താദു അൽ ഖുർആന, യഖറഉൽ ഉസ്താദു അൽ ഖുർആന. മുഹമ്മദും വ ബഷീറുൻ അൽ അസ്നാന, എന്താണ്? യുനല്ലിഫാനി, കണ്ടോ? ഇവിടെ 2 ആളുണ്ട്, അപ്പോൾ 2 ആളുടെ എടുക്കുക. അടുത്ത ത്വാലിബാനി, യക്തുബാനി, 2 ആൾ എഴുതുക. അടുത്ത അൽ ബനാത്തു, പെൺകുട്ടികൾ, എന്താണ്? ഷെരീബിന അൽ ഹലീബ, ഷെരീബിന. അടുത്ത് ഇലായിന ഹാജർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത് എങ്ങോട്ടാണ്? ഉത്തരം ഇലൽ മദീന. അടുത്ത് കം സന ആഷ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന 10 സിനീന. അയ്യുൽ ജമാഅത്തി അഫ്ളലു, അയ്യുൽ ജമാഅത്തി അഫ്ളലു, അഫ്ളൽ ജമാഅത്തി അൽ ജുമുഅത്തു. എന്താ ഉത്തരം? അൽ ജുമുഅത്തു. ഞാൻ അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോവാം. 2019 മാദി മുലാരി വേർതിരിക്കാൻ. ഇത് എന്തൊരു സിമ്പിളാണ് അല്ലേ? നോക്കണം തന്നെയല്ല. എൽബസു മുലാരി, കാല മാലി, ദഖല മാലി, യക്തുബു മുലാരി, ഷരിബ മാലി, യർഹമു മുലാരി. അടുത്ത അത്തിഫ്ലു ഫിൽ മഹദി. എന്താ ഉത്തരം? അത്തിഫ്ലു ഫിൽ മഹദി യനാമു. അൽ അബു ഖബലൽ ഫജ്രി, ഉപ്പ സുബൈൻ്റെ മുമ്പ് എന്ത് ചെയ്യും? ഖറജ, പുറപ്പെടും. അൽ വലദു അലൽ കുർസി യജ്ലിസു. അടുത്ത ഹാമിദും ഫി സഫി അൽ ഖാമിസ്, എന്താണ്? ഹലറ. അടുത്ത് ഖാലിദും ബിദ്ദുവാമ, യൽ അബു ഖാലിദും ബിദ്ദുവാമ. അടുത്ത അത്വാലിബാനി, അത്വാലിബാനി എന്നുള്ളത് ഇവിടെ എൽ അബു എൽ അബാനി ഉണ്ട്. ഇവിടെ അലിഫുൻ നൂനില്ലേ, അപ്പോൾ ഇവിടെ അലിഫുൻ നൂനിൽ എടുത്താൽ മതി. അപ്പോൾ ഏതാ ശരി? എൽ അബാനി. അങ്ങനെ നോക്കുക കേട്ടോ, ട്രിക്കാണ് ട്രിക്ക്. അടുത്ത യഖറഉൽ ജരീദ, അപ്പോൾ അബ് ത്വാലിബാത്ത്, ഏതാ ശരി? അബ്. അടുത്ത ദാരിസാത്തു തദ്രീബാത്ത്, യക്തുബൂന യക്തുബുന. ഇവിടെ ദാരിസാത്ത് പറഞ്ഞാൽ അലിഫും താവുണ്ട്, അപ്പോൾ ഇവിടെ നൂനുള്ള എടുക്കുക കേട്ടോ. ഏത് നൂന്? ബിന എന്നുള്ള എടുക്കുക. ബിന, ബൂനല്ല ബിന എടുക്കുക. ത്വാലിബാത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദാരിസാത്ത് ഉണ്ടാകുമ്പോൾ ബിനുള്ള എടുക്കുക. അടുത്ത ഇന്ദഹു ഡാഷ് മിവല്ലാത്തിൻ അർബാത്തുൻ അർബാവ്. ഇതെങ്ങനെ നോക്കുക? ഇവിടെ താഴുണ്ടെങ്കിൽ ഇവിടെ താഴില്ലാത്ത കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക? അർബ മിവല്ലാത്തിൻ, അർബ മിവല്ലാത്തിൻ. അടുത്ത അൽ ബിന്തു ഡാഷ് അദ്ദർസ, കറാത്ത്. ഏതാ? പെണ്ണാവുമ്പോൾ താഴിൽ എടുക്കുക, കറാത്ത്. അടുത്ത ത്വാലിബൂന ഇൽ മദ്രസ, ത്വാലിബൂനൽ മദ്രസ എന്ന് പറയുമ്പോൾ ഖറജ ഖറജു. ത്വാലിബൂന, ഇവിടെ വാവും നൂനുണ്ട്, അപ്പോൾ ഇവിടെ വാവുള്ള എടുക്കുക. അപ്പോൾ ഏതാ? ഖറജു. അടുത്തത് തഷ്റബു അൽ മാ, അപ്പോൾ എന്താ? തഷ്റബു ഫാത്തിമ എന്നാ, കാരണം ഇവിടെ താഴുണ്ട്, അപ്പോൾ പെണ്ണാണ് ഫാത്തിമ. അടുത്ത യാ വലദാനി ഹൽ കുന്തുമാ ഫിൽ മൈദാൻ, ഹൽ കുന്തുമാ തൽ അബാനി തൽ അബീന തൽ അബാനി. ഏതാ ശരി? വലദാനി, അപ്പോൾ തൽ അബാനി, അലിഫു നൂനുള്ള എടുക്കുക. അടുത്ത അന ഡാഷ് ആയത്തുൽ കുർസി, അന ഹഫിൽത്തു ഹഫിൽത്ത. ഏതാ ശരി? കതബ്തു, മുത്തകല്ലിമാവുമ്പോൾ കതബ്തു ഹഫിൽത്തു. അടുത്ത നഹനു ഡാഷ് അൽ ഖുർആന കുല്ലയൗമിൻ, നഹനു അഖറഅ നഖറഉ, അഖറഉ കേട്ടോ, നഹനു അഖറഉൽ ഖുർആന. അടുത്ത് എന്താണ്? പരിഭാഷപ്പെടുത്താനാണ്. അൽ മുസ്ലിമൂന യദ്ഹബു ഇലൽ മസ്ജിദി ലി സലാത്തിൽ ഇഷ, മുസ്ലിമീങ്ങൾ ഇഷായിന് പള്ളിയിലേക്ക് പോകും. ആഷ നബി സ്വല്ലല്ലാഹു ഫിൽ മദീന 10 സന, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷം താമസിച്ചു. ഹൽ ഖറാഅത്തുൽ ഖുർആന സബാഹൻ, ഈ സുബൈക്ക് ഖുർആൻ ഓതിയോ? ഇതാണ് ചോദ്യ പേപ്പർ. ഇൻഷാ അല്ലാഹ് അത് മതി. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.